ആപ്കി അദാലത്തിൽ നേതാവും അഭിനേതാവുമായ രാജ് ബവറിന്റെ മേലുള്ള കുറ്റാരോപണം ഇദ്ദേഹം വൃത്തികെട്ട ഭാഷ ഉപയോഗിക്കുന്നു എന്നുള്ളതാണ്. താങ്കൾ പ്രധാനമന്ത്രി മോദിയെക്കുറിച്ച് എന്താണ് പറഞ്ഞിരിക്കുന്നത്? ഇദ്ദേഹം എന്ത് പറഞ്ഞ് വിസിലടിച്ച് 73 സീറ്റ് എടുത്തുകൊണ്ട് പോയെന്ന് എനിക്കറിയില്ല. ഞാൻ ഇതുവരെ മറ്റുള്ളവരെ കൊണ്ട് കൈയടിപ്പിക്കുന്ന ഒരു നേതാവിനെ കണ്ടിട്ടേയില്ല. ഇതൊക്കെ നല്ല സംസാരമാണോ? അതായത് ഇപ്പോ ഇവരെല്ലാവരും നിങ്ങൾക്ക് വേണ്ടി കൈയടിച്ചു. നിങ്ങൾ എന്ത് എനിക്ക് വേണ്ടി കൈയടിച്ചു? അതെ സാർ, നിങ്ങൾക്ക് വേണ്ടിയാണ് ഞങ്ങൾ കൈയടിച്ചത്. ഇവരെല്ലാവരും എനിക്ക് വേണ്ടി കൈയടിക്കുമെന്ന് ഞാൻ വിചാരിച്ചില്ല. എനിക്ക് സത്യത്തിൽ വളരെ സന്തോഷം തോന്നുന്നു. എനിക്കിവരോട് പറയാനുള്ളത് ഇവർ നന്നായി കൈയടിക്കുന്നു എന്നതാണ്. അറ്റ്ലീസ്റ്റ് നല്ല കാര്യത്തിനു വേണ്ടി കൈയടിക്കുന്നു. ഞാൻ അദ്ദേഹത്തെക്കുറിച്ച് അങ്ങനെ പറഞ്ഞിരിക്കുന്നു എന്ന് വെച്ചാൽ നിങ്ങൾ നോക്കൂ. അതായത് ഇന്ത്യയിൽ ഇലക്ഷന് മുമ്പ് എല്ലാവരെ കൊണ്ടും അദ്ദേഹം കൈയടിപ്പിക്കും. അദ്ദേഹം എവിടെ ചെന്നാലും ഭയങ്കര കൈയടിയാണ്. അദ്ദേഹം പ്രധാനമന്ത്രി ആയതിനു ശേഷം ഇന്ത്യയിൽ എവിടെയെങ്കിലും കൈയടിയുണ്ടോ? ജനങ്ങൾ കൈയടിക്കുന്നത് കുറവാണ്, പക്ഷേ പുറത്തൊക്കെ എല്ലാവരും നന്നായി കൈയടിക്കുന്നു. അദ്ദേഹം എവിടെ പോയാലും കൈയടിപ്പിക്കും. ഞാൻ അദ്ദേഹത്തെ ഭയങ്കരമായി കൈയടിപ്പിക്കുന്ന ആളെന്ന് പറഞ്ഞിട്ടുണ്ട്. എന്റെ അറിവിൽ ഞാൻ തെറ്റായ ഒരു വാക്കും പറഞ്ഞില്ലല്ലോ. കൈയടിപ്പിക്കുന്നു എന്നാണ് ഞാൻ പറഞ്ഞത്, അല്ലാതെ ഞാൻ അദ്ദേഹത്തെ വിമർശിച്ചിട്ടില്ല. അത് താങ്കൾ നോക്കൂ, പറഞ്ഞത് ശരിയാണ്. കേക്കൂ. ആഹാ, നിങ്ങൾക്ക് ഞാൻ പറഞ്ഞത് ശരിയാണെന്ന് തോന്നുന്നില്ലേ? ഞാൻ പറയുന്നത് നിങ്ങൾ സമ്മതിക്കുന്നില്ല. അദ്ദേഹം കൈയടിപ്പിക്കുന്ന ആളല്ലേ? മൈക്ക് അവരുടെ സൈഡിലേക്ക് കൊടുക്കൂ. ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് അദ്ദേഹത്തിന് വളരെ നല്ല ക്വാളിറ്റി ഉണ്ട്. ആ ക്വാളിറ്റി എന്താണെന്നുള്ള കാര്യം പബ്ലിക്കിന് നന്നായിട്ട് അറിയാം. അവരുടെ നല്ല ഗുണങ്ങൾ പബ്ലിക്കിന് അറിയാം. ആ കാരണങ്ങൾ കൊണ്ടാണ് അവരുടെ പേഴ്സണാലിറ്റി കാരണം. അവരുടെ പേഴ്സണാലിറ്റിയിൽ ഒരു അന്തസ്സുണ്ട്. അദ്ദേഹത്തിന് ഞങ്ങളുടെ വക ഹാറ്റ്സ് ഓഫ്. അദ്ദേഹം ഞങ്ങളുടെ നാടിന്റെ അഭിമാനമാണ്. തീർച്ചയായിട്ടും. പിന്നെ നിങ്ങൾ തന്നെ പറയൂ, അദ്ദേഹം എല്ലാവരെയും കൈയടിപ്പിക്കുന്ന ആളാണെന്ന് പറഞ്ഞാൽ എന്താ തെറ്റുള്ളത്? ഇവര് പറഞ്ഞ കാര്യം തന്നെയാണ് ഞാനും പറഞ്ഞത്. പക്ഷെ നിങ്ങള് ഇങ്ങനെയൊക്കെ പറയുന്നത് വിദേശ രാജ്യങ്ങളിൽ പ്രധാനമന്ത്രിക്ക് വേണ്ടി അവരെല്ലാവരും കൈയടിക്കുകയാണെങ്കിൽ അതിൽ അഭിമാനിക്കണോ അതോ തലകുനിയണോ? അവരെന്താ പറയുന്നതെന്ന് കേൾക്കൂ. അല്ല, അവര് പറയുന്നത് ഞാൻ കേൾക്കുന്നുണ്ട്. താങ്കളുടെ അഭിപ്രായം? അതായത് ഞാൻ ഒരു ഉത്തരവാദിത്തമുള്ള മനുഷ്യനാണ്. ഞാൻ എല്ലാ കാര്യത്തിനും കൈയടിക്കില്ല. ഒരാൾക്കൊരു ജോലി കൊടുത്ത് അത് അദ്ദേഹം നന്നായി ചെയ്താൽ ഞാൻ തീർച്ചയായും കൈയടിക്കും. ഇപ്പോഴും എനിക്ക് വിശ്വാസമുണ്ട്. 2.25 വർഷം കഴിഞ്ഞു. 2.25 വർഷങ്ങൾക്ക് മുൻപ് അദ്ദേഹം ചില വാക്കുകളും വാഗ്ദാനങ്ങളും നൽകി. അതെല്ലാം കേട്ട് ഒരുപാട് ജനങ്ങൾ, നമ്മോട് അടുപ്പമുള്ള ജനങ്ങൾ പോലും ആകർഷിക്കപ്പെട്ടു. അവർ ഒരുപാട് നല്ല കാര്യങ്ങൾ സംഭവിക്കും എന്ന് വിചാരിച്ചു. ഇപ്പോഴും അദ്ദേഹം ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ നെഗറ്റീവ് അല്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നു. പക്ഷെ ഇപ്പോഴും ഞാൻ വിശ്വസിക്കുന്നു 2.25 വർഷം കൊണ്ട് നടക്കാത്തത്. സംസാരിക്കുന്നത് താങ്കൾ എന്താ പറഞ്ഞെന്ന് വെച്ചാൽ മോദിയുടെ നെഞ്ചല്ല, മോദിയുടെ വയറാണ് 56 ഇഞ്ചെന്ന്. ഞാൻ വിചാരിക്കുന്നത് പറയാൻ തീർച്ചയായും എനിക്ക് അവകാശമുണ്ടല്ലേ? ഞാൻ പറയുന്നതിൽ വിശ്വാസമില്ലെങ്കിൽ ഞാൻ ഇഞ്ച് ടൈപ്പൊന്നും എടുത്തുകൊണ്ട് പോവില്ല. പക്ഷെ നിങ്ങൾ നോക്കൂ, പാകിസ്ഥാനെക്കുറിച്ച് അദ്ദേഹത്തിന്റെ 56 ഇഞ്ച് റെഫറൻസ് ഉണ്ടായിരുന്നു. അത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അവർ തല വെട്ടിക്കൊണ്ടുവന്നാൽ ഞങ്ങൾ ഇരട്ടി വെട്ടിക്കൊണ്ടുവരും. അതുകൊണ്ടാണ് അവർ അതിർത്തി കടന്നു പോകുന്നത്. 56 ഇഞ്ച് നെഞ്ചില്ലാത്തവർക്ക് ആ ധൈര്യം ഉണ്ടാവില്ല. പക്ഷെ എനിക്കെന്താ തോന്നിയെന്ന് വെച്ചാൽ അവർ ദിവസവും ധൈര്യം കാണിച്ചുകൊണ്ടല്ലേ ഇരിക്കുന്നത്. നമ്മുടെ സിവിലിയൻസിനെ കൊല്ലുന്നു, നമ്മുടെ പട്ടാൻകോട്ടിലേക്ക് കയറുന്നു, രാജ്യത്തിന്റെ ഒരു ഭാഗത്ത് കൊലകൾ നടന്നുകൊണ്ടിരിക്കുന്നു. ഇന്ന് കാശ്മീരിന്റെ അവസ്ഥ മോശമായിരിക്കുന്നു. എനിക്ക് തോന്നുന്നത് എന്താന്ന് വെച്ചാൽ അദ്ദേഹം പറയാൻ വന്നതിൽ ടങ് ഒന്ന് സ്ലിപ്പായി. അദ്ദേഹം പറയാൻ ഉദ്ദേശിച്ചത് വേറെ, പക്ഷെ പറഞ്ഞത് വേറെ. ഇഞ്ച് ടൈപ്പ് വെച്ച് അദ്ദേഹത്തിന്റെ നെഞ്ച് 56 ഇഞ്ചെന്ന് പറയാൻ പറ്റില്ല. പക്ഷെ വയർ 56 ഇഞ്ചിന് കുറച്ച് കൂടുതലോ കുറവോ ഉണ്ടായിരിക്കുമെന്ന് പറയാം. അതായത് ഞാൻ എന്താണോ സത്യം അതാണ് പറഞ്ഞ്. ഞാൻ ഇതിനു വേണ്ടി ഇഞ്ചി ടേപ്പ് കൊണ്ടുപോയില്ല, ഇതിനു വേണ്ടി കൊണ്ടുപോയില്ല. മോദിജിയെ താങ്കൾ അളന്നു നോക്കി, പക്ഷെ രാഹുൽ ഗാന്ധി താങ്കൾ അളന്നു നോക്കിയിട്ടില്ല. അദ്ദേഹം വളരെ കുറച്ചാ കഴിക്കുന്നത്.
എപ്പോഴും കൃഷിക്കാരോടൊപ്പം ഇരുന്ന് കഴിക്കുമ്പോൾ കുറച്ചേ കഴിക്കുന്നുള്ളൂ. വീട്ടിലിരുന്ന് കഴിക്കുമ്പോഴും കുറച്ചേ കഴിക്കൂ. അദ്ദേഹത്തിന്റെ ബോഡി പ്രൊപ്പോർഷനായിട്ട് ആയിരിക്കുന്നത് നിങ്ങൾക്ക് കാണാം. അദ്ദേഹത്തെ നിങ്ങൾ അളന്നു നോക്കേണ്ട കാര്യമില്ല. അതുകൊണ്ട് പറയുന്നത് താങ്കൾക്കൊന്നും പുതിയ കാര്യമല്ലല്ലോ. താങ്കൾ ഇലക്ഷന്റെ സമയത്ത് പറഞ്ഞിരുന്നു നരേന്ദ്രമോദി ഒരു ഹിറ്റ്ലർ ആണെന്ന്. ഇതൊരു വലിയ കാര്യമേ അല്ല. എൻ്റെ അറിവിൽ നമ്മുടെ വീട്ടിൽ പോലും ഇങ്ങനെ ഇടക്കിടക്ക് പറയാറുണ്ട്. മോദിയെ മാത്രമല്ല, കിട്ടുന്നവരെ എല്ലാവരെയും അങ്ങനെ പറയുന്നുണ്ട്. ഗിരിരാജ് സിംഗ് ഒരു ഭ്രാന്തനാണെന്ന് താങ്കൾ പറഞ്ഞു. അദ്ദേഹത്തെ ചികിത്സിക്കണം, ഞാൻ വേണേ പൈസ തരാമെന്നും പറഞ്ഞു. ഞാൻ ആഗ്രയുടെ MP ആയിരുന്നു, 2 പ്രാവശ്യം MP ആയിരുന്നു, നെയ്ബർ MP ഹോസ്പിറ്റലിലും ഉണ്ട്. അതെ, ഉണ്ട്. എനിക്ക് തോന്നിയത് എന്താണെന്ന് വെച്ചാൽ ട്രീറ്റ്മെന്റിന് എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടെങ്കിൽ അദ്ദേഹം പുറത്താണ്, വളരെ ദൂരത്താണ്. ആ ട്രീറ്റ്മെന്റിന്റെ കാശ് ഞാൻ തരാന്നാ പറഞ്ഞത്. അസദുദ്ദീൻ ഓവൈസെ താങ്കൾ വൃത്തികെട്ടവൻ എന്നാണ് വിളിച്ചത്. ഞാൻ ഇതിൽ എന്താ തെറ്റായി പറഞ്ഞത്? അതായത് നമ്മുടെ ലോക്കലിലുള്ള ആളാണ്, ആഗ്രയിലുള്ള ആളാണ്. ഞാൻ അവിടെ വളർന്നത്. ആഗ്രയിൽ ഇങ്ങനെയുള്ള വാക്കുകൾ ഉപയോഗിക്കുന്നത് സാധാരണമാണ്. അൽപ്പെന്ന് പറയും, മറക്കുന്നവരെ അൽപ്പെന്ന് പറയും. ഞാൻ പറഞ്ഞതിൽ എന്താ തെറ്റ്? തെറ്റായിട്ടൊന്നും പറഞ്ഞില്ലല്ലോ. അതിൽ താങ്കൾക്ക് ആരെയാണോ ഇഷ്ടമില്ലാത്തത്, ഇപ്പൊ പറഞ്ഞതുപോലെ ഞാൻ വിടില്ലെന്ന്. അമർ സിംഗിനും താങ്കൾക്കും പ്രശ്നമുണ്ടായി, അദ്ദേഹത്തെ ബ്രോക്കർന്ന് താങ്കൾ വിളിച്ചു. അതായത് ഇതെല്ലാം വളരെ പഴയ കാര്യമാണ്. അതോടൊപ്പം അദ്ദേഹം എന്നെ ഒരു ഡെലിഗേഷൻ കാര്യത്തിന് വന്നപ്പോൾ എന്നെ വിരുന്നിന് വിളിച്ചു. അത് അദ്ദേഹത്തിന്റെ മഹാമനസ്കത എന്നേ പറയൂ. അദ്ദേഹം സ്റ്റേജിൽ നിന്ന് തനിക്ക് സംഭവിച്ച കാര്യങ്ങളെക്കുറിച്ച് പറഞ്ഞു. അദ്ദേഹം ഏത് പാർട്ടിയിലായിരുന്നു, പിന്നെ എന്തിനു പുറത്തേക്ക് വന്നു, പിന്നെ അദ്ദേഹത്തിന് എന്ത് സംഭവിച്ചു, നഷ്ടമായതിനെക്കുറിച്ച് പറഞ്ഞു. അദ്ദേഹം മൈക്ക് എന്റെ കയ്യിൽ തന്നിട്ട് സംസാരിക്കാൻ പറഞ്ഞു. പക്ഷെ ഞാൻ സംസാരിച്ചില്ല. പിന്നെ അദ്ദേഹം തന്നെ മൈക്ക് പിടിച്ചുകൊണ്ട് പറഞ്ഞു, ഞാൻ രാജുബാബർ പറഞ്ഞത് കേട്ടിരുന്നെങ്കിൽ ഇതുവരെ എനിക്ക് സംഭവിച്ചത് സംഭവിക്കില്ലായിരുന്നു എന്ന് പറഞ്ഞു. എനിക്ക് തോന്നുന്നത് എന്താന്ന് വെച്ചാൽ അങ്ങനെയുള്ള ഒരു വ്യക്തി. ഞാൻ ഇക്കാര്യം അന്നും പറഞ്ഞു, ഇന്നും പറയുകയാണ്. ഇടയ്ക്ക് അദ്ദേഹം ചെയ്ത കാര്യങ്ങളെല്ലാം മാറ്റിവെക്കാം. സത്യത്തിൽ അദ്ദേഹം വലിയൊരു ഗിവറാണ്. അദ്ദേഹം ഒരുപാട് കൊടുക്കും. പക്ഷെ അദ്ദേഹം കൊടുത്തതിനു ശേഷം ചെയ്യുന്ന കാര്യങ്ങളുണ്ടല്ലോ, അതിനെക്കുറിച്ച് ഞാൻ ഒരുപാട് സംസാരിച്ചിട്ടുണ്ട്. നമുക്കൊന്നും അദ്ദേഹത്തോട് മത്സരിക്കാൻ പറ്റില്ല. നമ്മൾ അങ്ങനെ ചെയ്യില്ല, കാരണം നമുക്ക് സമയമില്ല. അദ്ദേഹം എപ്പോഴും ജനങ്ങൾക്ക് വേണ്ടി സമയം ഒതുക്കുന്ന ആളാണ്. അദ്ദേഹത്തോട് തന്നെ ഞാനിത് പറഞ്ഞിട്ടുണ്ട്. ഇപ്പോ ഞാൻ പറഞ്ഞതെങ്ങനെ പറഞ്ഞു, തെറ്റായിട്ടൊന്നും പറഞ്ഞിട്ടില്ല. ആ സമയത്ത് ഞാൻ പറഞ്ഞു. പക്ഷെ ആ മുഴുവൻ സമയം, ആ സമയമെല്ലാം കഴിഞ്ഞുപോയി. ഇനി അത് വീണ്ടും പോസ്റ്റ്മോർട്ടം ചെയ്യുന്നത് ശരിയല്ല. ചരിത്രം നോക്കുകയാണെങ്കിൽ താങ്കൾ എല്ലാവരെയും എന്താണ് പറഞ്ഞതെന്ന് വെച്ചാൽ, ഒരാളെ ഹിറ്റ്ലർ എന്ന് വിളിക്കുന്നു, ഒരാളെ ബ്രോക്കർ എന്ന് വിളിക്കുന്നു, ഒരാളെ ഭ്രാന്തൻ എന്ന് വിളിക്കുന്നു, ഒരാളെ വൃത്തികെട്ടൻ എന്ന് വിളിക്കുന്നു, മറ്റൊരാളെ എടുപിടിയുന്നു. ഇതൊക്കെ ശരിയാണോ? നിങ്ങളെല്ലാവരും കേട്ടോളൂ. ഇത് നല്ല വാക്കുകളാണെന്ന് പറയുന്നു. ഞാൻ എന്നോട് തന്നെ പറയാം, ഞാനൊരു മിരാസിയാണ്, മിരാസിയായിരിക്കുന്നു. നൃത്തം ചെയ്ത് പാടുന്നവരെ വേദത്തിൽ തന്നെ എഴുതിയിട്ടുണ്ട് മിറാസിന്ന്. ഇതാണ് എന്റെ തൊഴിൽ. ഇത് നിങ്ങൾ തെറ്റായ വാക്കുകളാണ്, മോശമായ വാക്കുകളാണെന്ന് പറഞ്ഞാൽ ഇത് വേദത്തിൽ തന്നെ എഴുതിയിട്ടുണ്ടല്ലോ. അതിന് നിങ്ങൾ തെറ്റായ വാക്കുകളെന്ന് പറയുന്നു. ഈ സമൂഹത്തിൽ ഉപയോഗിക്കുന്ന വാക്കുകളാണ് അവയെല്ലാം. ഈ സമൂഹത്തിൽ ഉപയോഗിക്കുന്ന വാക്കുകൾ ഈ സമൂഹത്തിൽ എവിടെയെങ്കിലും നമ്മൾ ഉപയോഗിച്ചുകൊണ്ടേയിരിക്കും. അപ്പോഴാണ് അതിന്റെ മാഹാത്മ്യം എന്നും നിലനിൽക്കുക. എന്നെ എന്തു പറഞ്ഞു വിളിക്കുന്നു എന്ന് എനിക്ക് മനസ്സിലാക്കാൻ പറ്റുമല്ലേ? ഇവൻ പാട്ടുപാടി നൃത്തം വെക്കുന്നവനാണെന്ന് പറയും, ചിലർ മിരാസിയാണെന്ന് പറയും. ആദ്യം ആക്ടറായി, ആക്ടറിൽ നിന്നും സ്റ്റാറായി, അതൊക്കെ രണ്ടാമത്തെ കാര്യം. ഇപ്പോൾ സെലിബ്രിറ്റിയായി, അത് മൂന്നാമത്തെ കാര്യം. പക്ഷെ അടയാളം എന്ന് പറയുന്നത് നമ്മൾ എപ്പോഴും മെയിൻറ്റെയിൻ ചെയ്യുന്നത് നല്ലതാ. ആ അടയാളം നിങ്ങളെ ഉയർത്തും. നിങ്ങൾ വേണമെങ്കിൽ തന്നെയാണ്. താങ്കളെ കളിയാക്കുന്നതും താങ്കൾ നല്ലൊരു സ്പോർട്ടീവായിട്ട് എടുക്കുന്നുണ്ടല്ലോ, അതും നല്ല കാര്യം തന്നെയാണ്. അത് ഫോളോ ചെയ്താൽ ഓക്കെ. ഇപ്പോ ജനങ്ങളോട് ചോദിക്കാം. നിങ്ങൾ പറയൂ. സാർ, എന്റെ ക്വസ്റ്റ്യൻ കട്ടിൽ കൂട്ടുമായിട്ട് ബന്ധമുള്ളതാണ്. ഞാൻ അറിയാൻ ആഗ്രഹിക്കുന്ന കാര്യം എല്ലാവർക്കും അറിയേണ്ട കാര്യമാണ്. രാഹുൽ ഗാന്ധിയുടെ ഇമേജ് എന്താണെന്നുള്ളത് അദ്ദേഹത്തെ ആരും സീരിയസ് ആയിട്ട് എടുക്കുന്നില്ല. സോ സാർ, ഞാൻ ചോദിക്കാൻ ആഗ്രഹിക്കുന്നത്, എന്റെ ചോദ്യം എന്താണെന്നാൽ, അദ്ദേഹത്തെ ആരും സീരിയസ് ആയിട്ട് എടുക്കുന്നില്ല. അദ്ദേഹം കട്ടിൽ കൂട്ടം തുടങ്ങുന്നതിന് താങ്കൾക്ക് എന്തെങ്കിലും മാറ്റം വരുമെന്ന അഭിപ്രായമുണ്ടോ? അതായത് ഇത് വളരെ മനസ്സിലാക്കേണ്ട കാര്യമാണ്. ആരാണോ ഒരാളെ സീരിയസ് ആയി എടുക്കുന്നത് അയാളെക്കുറിച്ച് സംസാരിക്കുന്നു. അവരതിനുവേണ്ടി പോരാടി, ഭൂമി സംരക്ഷിച്ചു. അദ്ദേഹത്തിന്റെ കഴിഞ്ഞ ഭരണത്തിൽ കൃഷിക്കാരുടെ 72,000 കോടി കടം ഇല്ലാതാക്കി.
സോ രാഹുൽ ഗാന്ധി എന്തിനെക്കുറിച്ചാണ് സംസാരിക്കുന്നത് അത് അദ്ദേഹം വളരെ സീരിയസ് ആയി എടുക്കുന്നു.